നിധി ചോദിക്കും എന്തിനാ കല്യാണക്കാരൊക്കെ എല്ലാവരോട് പറയാൻ പോയത്. ശ്രുതി പറയും അത് പറയേണ്ടി വന്നു, അതുകൊണ്ടാണ് മേഡം നമ്മളെ സഹായിച്ചത്. അതുകൊണ്ട് എന്താ ഇപ്പം സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായില്ലേ, സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും സന്തോഷമൊക്കെ ആയി. ശ്രുതി ചോദിക്കും നിധി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വേറെ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ നിധിക്ക് പൊസസീവ്നെസ് തോന്നില്ലേ? നിധി ചോദിക്കും എന്തിന്, അതിന് നിങ്ങളാ എൻ്റെ ആരാ? ശ്രുതി പറയും ഞാനൊരു ഫ്രണ്ട് ചെയ്യുന്നതിന് മേലെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട്. അല്ല ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിധി ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നിധി പറയും ഇതൊരു യൂണിവേഴ്സിറ്റി കോളേജല്ലേ, അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ബട്ടണൊക്കെ അഴിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഹരീഷ് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുക. നികേഷ് ചോദിക്കും ഇന്നലെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്തോ? ഹരീഷ് പറയും അതൊക്കെ കൊടുത്തടാ. നികേഷ് പറയും അതുപോലെ ഒരെണ്ണം വാങ്ങണം. ഹരീഷ് പറയും അതൊക്കെ പഴയ മോഡലാടാ, നിൻ്റെ കോളേജ് കഴിഞ്ഞോട്ടെ, നിനക്ക് ഞാൻ പുതിയ മോഡൽ വാങ്ങിച്ചു തരാം. അത് കേൾക്കുമ്പോൾ നികേഷിന് സന്തോഷമാവും. അത്രയൊക്കെ കാശുണ്ടോ കയ്യിൽ? നീ പറഞ്ഞാ പിന്നെ വാങ്ങിച്ചു തരാതിരിക്കാൻ പറ്റുമോ? ആ സമയത്ത് ഹരീഷിൻ്റെ കൂടെ പണിയെടുക്കുന്നവർ ജ്യൂസുമായിട്ട് വരികയാണ് നികേഷിന്. ഒരാളങ്ങോട്ട് വണ്ടി നന്നാക്കാൻ വരികയാണ്. അയാൾ ചോദിക്കും ഇതാരാ, അനിയനാണോ? അതേന്ന് പറയും. നിങ്ങളുടെ മൂത്ത ആളില്ലേ സുഭാഷ്, അയാളുടെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടു. ഹരീഷ് പറയും അതിന് ഏട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, നിങ്ങളുടെ സംസാരം കേട്ടതൊന്നും നിങ്ങൾക്ക് കല്യാണക്കുറിയൊക്കെ കിട്ടിയെന്ന്. അയാൾ പറയും ഞാൻ പുറത്തുനിന്ന് പറയുന്നത് കേട്ടതാണ്. ഹരീഷ് കൂടെയുള്ള ആൾക്കാരോട് പറയും ഒരു 100 രൂപ വാങ്ങിച്ച് വിട്ടേക്ക്. അയാൾ ചോദിക്കും 100 രൂപയോ? ഹരീഷ് പറയും തന്നെ നാവിന് 250 വാങ്ങേണ്ടതാ. അയാൾ പോയി കഴിയുമ്പോൾ ഹരീഷ് പറയും നാട്ടുകാർക്കൊക്കെ നമ്മുടെ കാര്യം അറിയണം. നികേഷ് പറയും ഞാനിവിടുന്ന് പോവാ, ഇനി ഇവിടെ നിന്നാൽ ഇതുപോലുള്ള ആരോടെങ്കിലുമൊക്കെ മറുപടി വരേണ്ടി വരും. കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറയും അപ്പോൾ ഹരീഷ് ചേട്ടൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, വരുന്നവരും പോകുന്നവരൊക്കെ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഹരീഷ് അവരോട് പറയും ഒന്നും മിണ്ടാക്കടാ. നികേഷിനെ ഇത് കേൾക്കുമ്പോൾ വിഷമാവും. നികേഷ് പോയി കഴിഞ്ഞിട്ട് ഹരീഷ് പറയും അവനുള്ളപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ, അവനതൊക്കെ വലിയ വിഷമാവും. ശ്രുതിയും നിധിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് വയ്ക്കുകയാണ്. നിധിയുടെ മുഖത്ത് നല്ല സന്തോഷമാണ്. നിധി ആ പാട്ടിൻ്റെ വോളിയം കൂട്ടും. ശ്രുതി പറയും ഇയാളെ ഇത്ര സന്തോഷത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിധി പറയും ശരിയാ, നല്ല സന്തോഷമുണ്ട് എനിക്ക്, എവിടെ പോയാലും തിരിച്ചടികളായിരുന്നു, ഇപ്പോഴാണല്ലോ സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായത്. ശ്രുതി പറയും ഓ താൻ എത്ര വേണമെങ്കിലും സന്തോഷിച്ചോ. നിധി പറയും സുധീഷില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു, താങ്ക്സ്. കാറ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിധി പറയും നിർത്ത്. ശ്രുതി അവിടെ സൈഡാക്കുകയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നിധി കാറിൽ നിന്ന് ഇറങ്ങി പോവാണ്. നിധി പോകുന്നത് ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് നിധി കയ്യിലൊരു ഗിഫ്റ്റുമായിട്ട് വരും. ശ്രുതി ചോദിക്കും എന്താ അത്? നിധി ശ്രുതിക്ക് നേരെ ആ കോൺ ഐസ്ക്രീം നീട്ടും. ശ്രുതി ചോദിക്കും ഇതാണോ ട്രീറ്റ്? ഞാൻ കരുതി വല്ല ക്ലാസി ആയിട്ടുള്ള ട്രീറ്റ് ആയിരിക്കുന്നു, തനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇത്രയേ ഉള്ളൂ. നിധി പറയും ആദ്യം ഇത് പിടിക്ക്, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും, അത് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ട്രീറ്റ് തരാം, നമുക്ക് ഫാമിലി ആയിട്ട് പോവാം. അത് കേൾക്കുമ്പോൾ ശ്രുതി അറിയുമോ ഫാമിലി ആയിട്ട്? നിധി പറയും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഫാമിലിയും അതിൻ്റെ കൂടെ ഞാനും കൂടെ വരാമെന്നാണ്. ശ്രുതി പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. നിധി പറയും രാവിലെ മുതൽ തുടങ്ങിയല്ലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ സ്ത്രീകളോട് സംസാരിച്ചാൽ ഞാൻ പോസസീവ് ആവുമോ, നമ്മുടെ ഫാമിലി ഇങ്ങനെ തിരിച്ച് നിധിയും പറയും. ശ്രുതി പറയും ഞാൻ രാവിലെ ഷർട്ടിൻ്റെ ബട്ടൺ ഇടാത്തതിന് എന്നെ എന്തൊക്കെ പറഞ്ഞല്ലോ, അത് പിന്നെ എന്തിനാ? നിധി പറയും അതൊരു യൂണിവേഴ്സിറ്റി അല്ലേ, സംസാരിക്കുന്നത് സ്ത്രീയോടും അതിൻ്റേതായിട്ടുള്ള മാന്യത വേണ്ടേ. എന്നിട്ട് നിധി ഐസ്ക്രീം ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് ശ്രുതി നടക്കുന്ന പോലെ നടന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ ശ്രുതിക്ക് ചിരി വരും. ശ്രുതി പറയും ഒന്നുകൂടെ കാണിക്കുന്നത്. നിധി ബാഗൊക്കെ കാറിൽ വെച്ചിട്ട് ഒന്നുകൂടെ നടന്ന് കാണിക്കുകയാണ്. ശ്രുതി പറയും അപ്പം എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്നേക്കാൾ നന്നായി കാണിച്ചല്ലോ. അവരവിടെ നിന്ന് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഹരീഷ് വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീതു അങ്ങോട്ട് വരികയാണ്. നീതു വന്നിട്ട് ഹരീഷിനോട് സംസാരിക്കുകയാണ്. ഹരീഷ് പക്ഷേ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. നീതു പറയും ഇടത്തി വന്നിട്ട് വീടൊക്കെ എങ്ങനെയുണ്ട്, ഇനി സുഭാഷേട്ടൻ്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് വരുന്നതിന് പ്രശ്നമില്ല. ഹരീഷ് ചോദിക്കും നിനക്കവിടെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ഇത് കേൾക്കുമ്പോൾ അവർ പറയും ആശാൻ വീണു കേട്ടോ. നീതു പറയും ഒന്നുകൂടെ ചോദിച്ച്. ഹരീഷ് ചോദിക്കും ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്, എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ നിനക്ക് പ്രശ്നമൊന്നുമില്ലേ? നീതു പറയും ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് വരാൻ ഞാൻ തയ്യാറാണ്. ഹരീഷ് ചോദിക്കും എന്നാൽ എൻ്റെ സുഭാഷേട്ടനെ കല്യാണം കഴിക്കുമോ? അവിടെ ഉള്ളവർ ചോദിക്കും എന്ത് ചോദ്യം ഹരീഷേട്ടാ ചോദിക്കുന്നു. നീതുവിന് ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെയാവും. നീതു ഹരീഷിനോട് ചൂടായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. കൂടെ ജോലി ചെയ്യുന്നവരും ഹരീഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നികേഷും നിധിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷും ശ്രുതിയുടെ വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കും ഫുഡ് കഴിച്ചോ? നികേഷ് പറയില്ല ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാണ് എന്നെ കാത്തിരിക്കുന്നത്, വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളാൻ ഞാൻ പറഞ്ഞില്ലേ. നിധി പറയും വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാനല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് വിശന്നില്ല. ശ്രുതി നിധിയോട് ചോദിക്കും ശരിക്കും സുഭാഷേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി കാത്തിരുന്നതാണോ അതോ ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണോ? നിധി പറയും അയ്യോ അല്ല, നിങ്ങൾ വരുമെന്ന് ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല, വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ സുഭാഷേട്ടനുള്ള ഭക്ഷണമായിട്ട് ഞങ്ങൾ സൈറ്റിൽ പോയിരുന്ന് കഴിച്ചേനെ അല്ലേ നികേഷേ? നികേഷ് പറയും അതെ സുധീഷേട്ടൻ വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞോണ്ടാ ഇടത്തി വെയിറ്റ് ചെയ്തത്. ശ്രുതി പറയും ഡാ വേണ്ടട്ടാ, അധികം കൂടണ്ട. സുധീഷ് അവിടുന്ന് പോയി കഴിയുമ്പോൾ
നികേഷ് പറയും ഏടത്തി കലക്കി. അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നീതു കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. നികേഷ് ഇങ്ങനെ പറയും സുധീഷേട്ടാ മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടി. സുധീഷ് പറയും അല്ലടാ മുക്കുവനെ സ്നേഹിച്ച പെൺകുട്ടി എന്നല്ലേ. സുഭാഷ് പറയും മുക്കുവനെ സ്നേഹിച്ച ഭൂതം നാടാ, അതൊരു പഴയ മലയാള സിനിമയാണ്. നികേഷ് പറയും അതായാലും കറക്റ്റ് തന്നെ, മെക്കാനിക്കിനെ സ്നേഹിച്ച ഭൂതം എന്നാക്കണം. അങ്ങോട്ട് നോക്കിക്കേ വരുന്നുണ്ട്.